കേരള യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ തീവ്രവാദ രീതിയിലുള്ള സംഭവങ്ങൾ അതിൻ്റെ അകത്ത് കുത്തി നിറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ഇടതുപക്ഷം ഭരിച്ചാൽ പോലും അവരുടെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ അത് വലിയ സംഭവമായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ആസിയ യൂത്ത് ഫെസ്റ്റിവലിൽ ഗാസയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ October 7th എന്ന് പറഞ്ഞ ആ ഡേറ്റിൽ ഈ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ പ്രശ്നം അത് കഴിഞ്ഞല്ലേ ഉണ്ടാവുന്നത്. ഇത് ഈ പറയുന്ന ഹമാസ് ഭീകരന്മാർ നോർത്തേൺ ഇസ്രായേലിൽ അത് കയറി അതിക്രൂരമായിട്ട് ഏകദേശം 1200 പേരെ കൊന്നു. അതിനുശേഷം കൊച്ചുകുട്ടികളെ ഉൾപ്പെടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതൊന്നും കാണാൻ പറ്റത്തില്ലയോ? എൻ്റെ ചോദ്യം, ഈ പറയുന്ന ബുദ്ധിജീവികൾ, ഇടതുപക്ഷ ബുദ്ധിജീവികൾ, ഈ പറയുന്ന സുഡാപ്പി ബുദ്ധിജീവികളും ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ മുസ്ലിം ലീഗിൻ്റെ കാരണം മുസ്ലിം ലീഗാണ് ബേസിക്കലി അവർ പല ആവർത്തി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയപ്പോഴാണ് ഈ സംഭവങ്ങൾ മുഴുവൻ അതിനകത്ത് കുത്തി അങ്ങോട്ട് കയറ്റുന്നത്. അപ്പം അവിടെ കുട്ടികളില്ലയോ? ഓക്കെ, നിങ്ങളൊരു ഗ്ലോബലായിട്ട് ലോകത്തിൻ്റെ കാര്യം പറഞ്ഞു, നന്നായി, എഗ്രീഡ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള കുട്ടികളുടെ മറ്റുള്ള കാര്യം കൂടെ പറ. താലിബാൻ, അഫ്ഗാനിസ്ഥാൻ, അതായത് ഇവിടുത്തെ സുഡാപ്പികളുടെ ഏറ്റവും ഇഷ്ടമുള്ള രാജ്യം. നിങ്ങൾ ടി വിയിലും വീഡിയോ ക്ലിപ്പും വാർത്തകളൊക്കെ കണ്ടതല്ലയോ? ഈ കൊച്ചു കുട്ടികളെ 8-9 വയസ്സുള്ള കൊച്ചു പെൺകുട്ടികളെ അവരെടുത്തോണ്ട് പോകുന്നത് എന്തോരാ കൊണ്ടുപോയത്? സെക്സ് സ്ലേവാക്കാൻ. അതിനെപ്പറ്റി പറ. അതൊരു വലിയ വിഷയമല്ലയോ? അത് കാണുന്നില്ലയോ? ഇറാനിൽ മാസാമീനി ഏകദേശം 500 പേരാ കൊല്ലപ്പെട്ടത്. അതായത് ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റ്. മാസാമീനി അവിടുത്തെ ഒരു ഗ്ലോബൽ ഐക്കോണിക് ഫേസായി മാറി. അതിൻ്റെ പേരിലാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഹിജാബ് പോലും വേണ്ട എന്നുള്ള തീരുമാനത്തിലോട്ട് പോകുന്നത്. അപ്പം അതിനെപ്പറ്റി കാണിച്ചു 500 പേര് കൊല്ലപ്പെട്ടത്. അതായത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്ത്രീകൾ അടിമയല്ല എന്നതിന് വേണ്ടി. എന്താ അതിനെപ്പറ്റി ചെയ്യാത്തെ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇപ്പം മുഖ്യമന്ത്രിക്ക് ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകാൻ നേരത്തെ ഷർട്ട് ഇടാത്തയാ പ്രശ്നം. ഷർട്ട് ഊരുന്നു, അതാണ് പ്രശ്നം. ഇത് മുഴുവനും ചാക്ക് വിട്ടുകൊണ്ട് കണ്ണും മൂക്കും കാണിച്ചുകൊണ്ട് അതിനെപ്പറ്റി അയാൾക്ക് പ്രശ്നമേ ഇല്ല. ഇതേപോലൊരു മരങ്ങോടൻ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ തന്നെയാണ്. എന്തോ ബുദ്ധിജീവി. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഈ കുട്ടികളെ ഒന്നും ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന അവരെ അതിൻ്റെ സുഡാപ്പി അധ്യാപകന്മാർ എല്ലാം ലീഗാണ് വളം വെച്ച് കൊടുത്തത്. ഇനിയും കേരളത്തിലുള്ള ക്രൈസ്തവരും ഹിന്ദുക്കളും കൂടെ അടുത്ത പ്രാവശ്യം ഈ ലീഗിനെയും കോൺഗ്രസിനെയും അധികാരത്തിൽ കയറ്റ് കുറച്ചും കൂടെ വിസിബിളായിട്ട് തരും. അതായത് ഇതേപോലുള്ള സംഭവമൊന്നുമില്ല. ആകെയുള്ള ഇസ്രായേലിനെതിരെ, അമേരിക്കക്കെതിരെ, ഇതേപോലെയുള്ള രാജ്യങ്ങൾക്കെതിരെ, ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കെതിരെ എപ്പോഴും ചാണകം, പശു, അത് ഇത് മാട കോട, പൂർണ്ണമായിട്ടും ആൻറ്റി ഇന്ത്യ മൂവ്മെൻ്റാണ് ഈ പറയുന്ന കേരള യൂത്ത് ഫെസ്റ്റിവലിൽ നടക്കുന്നത്. അതായത് ഇന്ത്യയെ താറടിക്കുന്ന രീതി. എത്രയോ പ്രാവശ്യം പ്ലോട്ടുകളുണ്ടായി. നിങ്ങൾ ഉറപ്പായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യുക, മോശം അതും ചെയ്യുക. പക്ഷെ ഇതിനെ മതം തിരിച്ചുകൊണ്ടുള്ള പരിപാടി കാണിക്കുന്നതിന് ഇവിടുത്തെ ശിവൻകുട്ടി, പുള്ളി ഒരു പുരോഗമന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ലേ? അതുകൂടെ കാണീര്. മനസ്സിലാക്കുക, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂരത കാണിച്ചിട്ടുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ്. ആദ്യം സ്ത്രീ ക്രൂരത. നിങ്ങൾ ആഫ്രിക്കയുടെ കാര്യം പറയുന്നു. ആഫ്രിക്കയിലെടുക്കുക, സൊമാലിയയിലെടുക്കുക, മറ്റു പല രാജ്യങ്ങളെടുക്കുക. അവിടെ സ്ത്രീകളുടെ സെക്ഷൽ പ്രൈവറ്റ് പാർട്ട് മുറിച്ചിട്ട്, അതായത് അവർ സ്ത്രീകൾ സെക്സ് അനുഭവിക്കേണ്ട, അതും കൂടി എടുത്ത് കാണിക്കുക. ഇതൊക്കെ ജനങ്ങൾ കാണട്ടെ. അല്ലാതെ ഇസ്രായേൽ കാണിച്ച തെറ്റ് കാണിച്ച കാണീര് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഭീകരത സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് ഹമാസിനും ഹൂത്തികൾക്കും ഈ പറയുന്ന ഹിസ്ബുള്ള അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാണിക്കുന്ന പേക്കൂത്ത്,
അവസാനിപ്പിക്കാൻ സമയമായി. കാരണം ഇത് ഫർദർ ഇനി പോകാനൊന്നും പറ്റില്ല. ഇനി മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാലും കോൺഗ്രസ് വന്നാലും ഇല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് തന്നെയാണ്, അതേപോലെ ഹിന്ദു മാനേജ്മെൻറ്റ്. നിങ്ങളിങ്ങനെ സംഭവം കാണിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൂടെ കാണിക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങളാണല്ലോ ഈ മാനേജ്മെൻറ്റ് സ്കൂൾ നടത്തുന്നത്. കാരണം ഇത് വളരെ തെറ്റായിരിക്കും. കാരണം വിഷം കുത്തിവെക്കും ആൾക്കാരെ. അതിന് പ്രത്യേക രീതിയിൽ സെല്ലുണ്ടാക്കിയിട്ട് ഇതേപോലെ വിഷം കുട്ടികളോട് കുത്തിവെച്ചിട്ട് അതിന് പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യുകയാണ്. എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? അതായത് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ക്രൂരത ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്ന സംശയമില്ല. ഇറാനിൽ നടക്കുന്നില്ല. എത്ര പേര്? 5500 പേരെയാണ് ഇബ്രാഹിം റൈസി നേരത്തെ കൊല്ലപ്പെട്ട ഇറാനിയൻ പ്രസിഡന്റ് ആയിരുന്നയാൾ, അവിടുത്തെ ജുഡീഷ്യലിൻ്റെ ഹെഡായിട്ടിരുന്നപ്പോൾ അവരെ കൊല്ലാൻ വിധിച്ചത് അതിക്രൂരമായിട്ട്. അതിൻ്റെയൊക്കെ ഇപ്പം അതിന് സംഭവങ്ങൾ നടക്കുന്നത്. ഇവിടുന്ന് എങ്ങോട്ട് കാര്യങ്ങൾ പോയി. നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും. ഇസ്രായേൽ തെറ്റ് കാണിച്ചാൽ തെറ്റെന്ന് പറയണം. അപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ ഡിഫൻസ് പാർട്ട്ണറാണ്, ടെക്നോളജി പാർട്ട്ണറാണ്. ആ രാജ്യത്തെപ്പറ്റി വീണ്ടും പറയാം, തെറ്റ് കാണിച്ചാൽ കാണിക്കണം. ജനാധിപത്യ രാജ്യമാണത്. ഈ പറയുന്ന താലിബാൻ ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ഈ ഇസ്ലാമിക രാജ്യം എത്രയിടത്ത് ജനാധിപത്യമുണ്ട്? എത്രയിടത്താണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ളത്? അപ്പം അതിനെയൊക്കെ പുകഴ്ത്തി വെച്ച് ഹമാസിൻ്റെയും ഗാസയൊക്കെ അങ്ങോട്ട് വലുതായിട്ട് അങ്ങോട്ട് കാണിക്കുക. അതായത് പ്രബുദ്ധ കേരളം അവിടെയാണിത് കാണിക്കുന്നത്. എന്നിട്ട് അത് കണ്ടുകൊണ്ട് ആൾക്കാർ വരിക. ആലോചിച്ച് നോക്കുക, കേരളത്തിലെ മീഡിയയ്ക്കൊന്നും പറയാനുള്ള ധൈര്യവും തൻ്റെ ഒന്നുമില്ല. കാരണം അവരെല്ലാം ഇവരുടെയൊക്കെ പല രീതിയിലുള്ള സപ്പോർട്ട് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവർ പറയാത്തത്. പക്ഷേ ഇതിനെതിരെ പ്രതികരിച്ചേ മതിയാവത്തുള്ളൂ. കാരണം മുഖ്യമന്ത്രിയാണ്. കാരണം പുള്ളിക്ക് ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. അയാൾ അപ്പുറത്ത് ഇസ്ലാമിനോട് നടക്കുന്ന, അതായത് കേരളത്തിൽ നടക്കുന്ന മിനി പാകിസ്ഥാൻ, അതിനെപ്പറ്റി അയാൾക്കൊന്നും പറയാനില്ല. അവിടെ പഴയ സഹപ്രവർത്തകൻ പാലോളി മുഹമ്മദ് കുട്ടി മാധ്യമത്തിന് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ പാകിസ്ഥാനും വേണ്ടി മുറവിളി കൂട്ടിയത് ഇപ്പോഴാണിത് ജില്ലയായിരുന്നു, നേരത്തെ ഈ മലപ്പുറം ആ ഭാഗത്തെ ആൾക്കാരായിരുന്നു. അതിനെ പോർട്രേ ചെയ്ത് സ്വാതന്ത്ര്യ സമരമാക്കാൻ ശ്രമിച്ചു. ഇവിടെ മാറേണ്ടത് മാറുക തന്നെ ചെയ്യും. ഇപ്പം കേരളത്തിലെ ജനങ്ങളെ മനസ്സിലാക്കുക. ഞാൻ എൻ്റെ അടുത്ത് ഈ സുഡാപ്പികളെയും മത തീവ്രവാദികളെയും മാത്രമേ മാറ്റി നിർത്തുന്നുള്ളൂ. മറ്റെല്ലാവരോടും കൂടെ പറയുന്നത്, സിവിൽ സൊസൈറ്റിയോട്. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇതിന് അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പാടൊന്നുമില്ല. അങ്ങനെ അടുത്ത പ്രാവശ്യം നിങ്ങൾ നടത്തുവാണെങ്കിൽ കൃത്യമായിട്ട് പറയണം, പറ്റില്ല എന്നും. അങ്ങനെയാണെങ്കിൽ നിങ്ങളും നടത്തണം. ഇതാണ് കേരളത്തിൻ്റെ ചരിത്രം. ഇന്ത്യയുടെ സംഭവങ്ങൾ കാണുകയില്ല. അതായത് മുഴുവൻ എല്ലായിടത്തും മതം കുത്തിക്കയറ്റി ഇതിനെ വികൃതമാക്കാൻ ശ്രമിക്കുന്നു. ഇറാനെ പറ്റി കാണുകയില്ല. എന്താണ് ഇറാനിൽ നടക്കുന്നത്? കാരണം ഇതേപോലെ ക്രൂരമായ സെക്ടേറിയൻ ഭരണം നടക്കുന്നൊരു രാജ്യം. അതേപോലെ പല താലിബാൻ, അതിനെ കാണുകയില്ല. എന്താ താലിബാനിൽ നടക്കുന്നത്? ലോകം ആ കുട്ടികളെല്ലാം അറിയട്ടെ. ഇത് പക്ക തീവ്രവാദിയായി പൊട്ടാൻ പോകുന്നതിനൊക്കെ അധ്യാപകനായിട്ട് വരികയും അവനെ ഇവിടുത്തെ കേരള ഗവൺമെൻറ് ടീച്ചറായിട്ട് ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന പ്ലാറ്റ്ഫോം. കാരണം അതിനെ ചോദ്യം ചെയ്യേണ്ടതാണ് ബേസിക്കലി. അല്ലെങ്കിൽ നോർമലായിട്ടൊരു അധ്യാപകൻ ഇങ്ങനെ പറയുമ്പോൾ ചിന്തിക്കണ്ട, അപ്പുറത്ത് എന്താ സംഭവിക്കുന്നത്, താലിബാനിൽ എന്താ സംഭവിക്കുന്നത്. താലിബാൻ എന്ന് പറഞ്ഞാൽ ഈ ഗാസ അത്രയും ദൂരമാണ്. താലിബാൻ നമ്മുടെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത്? എത്ര ക്രൂരമായിട്ടാണ് മറ്റുള്ളവരെ അടിച്ചു ഓടിക്കുന്നത്. ബംഗ്ലാദേശിൽ അവിടെ ഹിന്ദുക്കളെ അടിച്ചു ഓടിക്കുക. അത് കാണിയില്ല. അവിടുത്തെ എത്ര ക്രൂരമായിട്ടാണ് അവിടെയുള്ള മെജോറിറ്റി കമ്മ്യൂണിറ്റി, അവിടുത്തെ ഹിന്ദുക്കളെ മാത്രം അവരുടെ രാഷ്ട്രപിതാവിനെ അടിച്ചു ഓടിക്കുന്നത്. നിങ്ങളെപ്പോഴും സവർക്കറിനെ കുറ്റം പറയുന്ന, അവരെ കുറ്റം പറയുന്നത്, ഇവരെ കുറ്റം പറയുന്നത്, ഓക്കെ ഫൈൻ, കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, അതൊക്കെ ചെയ്യാം. പക്ഷേ ഇതും കൂടെ കാണിയില്ല. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ നശിപ്പിക്കുക, കാരണം പുറമേ കാട്ടി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കേരളത്തിൽ ചില കമ്മ്യൂണിറ്റിയുണ്ട്. അവർക്ക് ഇവിടെയുള്ള മെജോറിറ്റി കമ്മ്യൂണിറ്റി, അതേപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, നിങ്ങളിത് അനുവദിക്കരുത്. കൃത്യമായിട്ട് പറയണം, പറ്റില്ല എന്ന് പറയണം. അത് പറയാനുള്ള ധൈര്യം വേണം. അതാണ് ഒരു മനുഷ്യന് ഈശ്വരൻ തന്നിരിക്കുന്ന കോമൺ സെൻസ്. ഇതുപോലും പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ
നീ ഒന്നും മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല ഈ ഭൂമുഖത്ത്.